ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ 1 to 10 ഷോപ്പിൽ നിന്ന് വാങ്ങിയ കുറച്ച് പാത്രങ്ങളും ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് 1 to 10 ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും അല്ലേ. 1 ദിർഹം തൊട്ട് 10 ദിർഹം വരെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ആ പാത്രങ്ങളും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ചെടിയെ പരിചയപ്പെടുത്താണ്. ഞാൻ 1 to 10 ഷോപ്പിൽ നിന്നും പുതിയതായിട്ട് വാങ്ങിച്ച ഫൈക്കസ് പ്ലാന്റ്, ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതിന് ഞാൻ അവിടെ കൊടുത്തത് 10 ദിർഹമാണ്. ശരിക്കും സെയിം സൈസിലുള്ള ഈ ചെടിക്ക് പുറത്ത് 40 ദിർഹമൊക്കെ വിലയുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഓഫറായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മാത്രമല്ല ഇതിൻ്റെ ഈ പോട്ടും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അതിന് 8 ദിർഹം 7 ദിർഹം സംതിങ് ഉണ്ട്. 8 ദിർഹമിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇതിൻ്റെ പോട്ടിന്. അവിടെ പോട്ടാണെങ്കിലും ചെടിയാണെങ്കിലും പുതിയതായിട്ട് വരും. നമ്മൾ ഒരു പ്രാവശ്യം പോകുമ്പോഴുള്ള ചെടികളായിരിക്കില്ല, പിന്നെ ഒരു പ്രാവശ്യം പോകുമ്പോൾ പുതിയതായിട്ടുള്ള ചെടികളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ പോയിട്ട് നോക്കാറുണ്ട്. കാരണം നമുക്ക് പുറത്ത് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ചെടികൾ അവിടെ കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു ഉപകാരമാണ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ ഷോപ്പിൽ നിന്ന്. ഞാൻ പ്ലാന്റും പോട്ട്സൊക്കെ വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഷോപ്പിൽ നിന്ന് ഷാർജ അൽവഹദയിലുള്ള സിറ്റി സെൻറ്ററിൻ്റെ അടുത്തായിട്ടുള്ള ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പാത്രങ്ങളുടെ സെക്ഷനിലോട്ട് കിടക്കാം. അവിടെ നിന്ന് വാങ്ങിച്ച 3 ദിർഹമിനുള്ള പ്ലേറ്റാണ് ഈ കിടക്കുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പ്ലേറ്റാണിത്. കുപ്പി പ്ലേറ്റ്, നമുക്ക് മാത്രം കുപ്പിപ്പാത്രങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് 3 ദിർഹമാണ്. ഇതേപോലെ 3 ദിർഹമിന് നമുക്ക് ഒരിടത്ത് കുറവിൽ കിട്ടും. എവിടെയെന്ന് വെച്ചാൽ ഐക്കയിൽ തിൻ പ്ലേറ്റാണ്. പക്ഷേ അത് തിൻ പ്ലേറ്റാണ്, വൈറ്റ് തിൻ പ്ലേറ്റ്, തിൻ ബോൾ എല്ലാം 3 ദിർഹമിന് പീസിന് 3 ദിർഹം വെച്ചിട്ട് കിട്ടും. അവിടെ ഏറ്റവും കുറവിന് കിട്ടുന്ന പാത്രങ്ങളാണ് അതൊക്കെ. ഐക്കയിൽ എപ്പോഴും കൂടുതൽ വിലയുള്ള പാത്രങ്ങളുണ്ട്, അതേപോലെ സാധാരണക്കാർക്കായിട്ട് കുറഞ്ഞ വിലക്കും അവിടെ ഉണ്ടാവും കേട്ടോ. പാത്രങ്ങളാണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും കുറഞ്ഞ വിലക്ക് നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ, എന്നെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പ്ലേറ്റ്, ബോള് എന്നൊക്കെ പറയുന്നത് തിന്നായിട്ടുള്ളതാണ്. അതവിടെ തട്ടിപ്പോയാൽ പൊട്ടിപ്പോകും. അപ്പോൾ അത് എനിക്ക് പറ്റിയൊരു സംഭവമല്ല. കാരണം എനിക്ക് തട്ടലും മുട്ടലൊക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. 1 to 10 ദിർഹം ഷോപ്പിൽ നിന്ന് കുറച്ച് തിക്കായിട്ടുള്ള പ്ലേറ്റ് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് 3 ദിർഹമിൻ്റെ പ്ലേറ്റ്. അതേപോലെ തന്നെ ഇത് 6 ദിർഹമിൻ്റെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പ്ലേറ്റാണ്. അവിടെ നമ്മൾ പ്ലേറ്റൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, വ്യാഴാഴ്ച ഈവനിങ് പോകണം. അപ്പോൾ ഫുള്ള് സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും, നിറയെ സാധനം ഉണ്ടാവും. അത് വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഏകദേശം കാലിയായിട്ടുണ്ടാവും. പിന്നെ ഡാമേജൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് ഡാമേജൊക്കെ ആയിപ്പോകുന്ന സെക്ഷനിൽ കിട്ടിപ്പോയ പാത്രമാണ്. അപ്പോൾ നല്ല പാത്രം ആ സമയത്ത് വ്യാഴാഴ്ച പോയപ്പോൾ വാങ്ങിയ പ്ലേറ്റാണ്. പക്ഷേ ഇതൊക്കെ അല്ലാത്തപ്പോൾ കുറച്ചൊക്കെ കാലിയായിട്ടുള്ള സമയത്ത് പോയതാണ്. അപ്പോഴാണ് ഇത് 6 ദിർഹം കൊടുത്തിട്ട് ഇത് വാങ്ങിക്കേണ്ടി വന്നു. കാരണം ബാക്കിയൊക്കെ ഡാമേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ പോകുന്ന സമയത്ത്. കാരണം ഇതൊക്കെ ഒരു റാക്കിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളാണ്. മറ്റതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഫുള്ള് ആൾക്കാർ തൊട്ടും എടുത്തിട്ടും വെച്ചിട്ടും, അല്ലെങ്കിൽ അവർ തന്നെ സ്ക്രാച്ച് ആയതിനൊക്കെ കുറഞ്ഞ വിലക്കൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും, എന്തെങ്കിലും പോരായ്മയുള്ള പ്ലേറ്റൊക്കെ. അങ്ങനെയായിട്ടൊക്കെയാണ് ഈ കുറഞ്ഞ വിലക്ക് നമുക്ക് ഇതുപോലത്തെ പ്ലേറ്റൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇതെനിക്ക് അൽഹംദുലില്ലാ നല്ല പ്ലേറ്റ് തന്നെ കിട്ടി. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് 6 ദിർഹമാണ്. അപ്പം എനിക്ക് തട്ടലും മുട്ടലൊക്കെ കുറച്ച് കൂടുതലാണ്. ഇതും ഇതിൽ നിന്ന് തട്ടിമുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സെറ്റിൽ വേറെ പ്ലേറ്റ് ഇതിൻ്റെ സൈഡൊക്കെ പോയി, എൻ്റെ അടുത്തുനിന്ന് തട്ടിയിട്ടത് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ സ്ക്രാച്ചൊക്കെ വന്നു. എൻ്റെ അടുത്ത് നിന്ന് വന്ന സ്ക്രാച്ചാണ് ഇതുപോലത്തെ പ്ലേറ്റിൽ, ഇതുപോലത്തെ പ്ലേറ്റിൽ. അപ്പോൾ ഗസ്റ്റിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ
പ്ലേറ്റ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. കുറച്ച് നല്ല പ്ലേറ്റ് തന്നെ വാങ്ങിച്ചു അവിടെ നിന്ന്. അത് ഞാൻ കാണിക്കാം. അത് കുറച്ച് സെറ്റോട് കൂടിയാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് പീസ് എടുത്ത് പീസിനാണല്ലോ പ്രൈസ്. അപ്പോൾ ഓരോരോ പീസ് അതിൻ്റേതായ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പാത്രം കിട്ടിയില്ല. അപ്പോൾ ഏകദേശം അതിനോട് മാച്ച് ആവുന്ന തരത്തിൽ ഇതാണ് എടുത്തത്. ഇതിന് 2 ദിർഹം സംതിങ്. അതേപോലെ ഇതിൻ്റെ വലിയ മാറ്റ് പ്ലേറ്റ് ഉണ്ട്, നമുക്ക് മന്തിയൊക്കെ വിളമ്പാൻ പറ്റുന്ന പ്ലേറ്റ്. പക്ഷേ ഇതിൻ്റെ പ്ലേറ്റ് നോക്കുമ്പോൾ ഇതിന് പ്ലേറ്റ് ഇല്ല അവിടെ. ഇതിൻ്റെ മോഡലിലുള്ള പ്ലേറ്റ് ഇല്ല അവിടെ. അങ്ങനെ ഇതാണ് മാറ്റ് പ്ലേറ്റ്. നല്ല വലിയ പ്ലേറ്റാണ്, മന്തിയൊക്കെ വിളമ്പാൻ പറ്റുന്ന. ഉള്ളു നല്ല കുഴിയുണ്ട്, ഇവിടെ ചെറിയ കുഴിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന് 9 ദിർഹമാണ് കേട്ടോ. പിന്നെ ഈ കുപ്പിയുടെ കയ്യിൽ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ്. ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കാൻ എടുക്കാറില്ല, ഗസ്റ്റൊക്കെ വരുമ്പോഴേ എടുക്കാറുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള കയ്യിലാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ബിരിയാണി അല്ല ചോറൊക്കെ വിളമ്പാൻ പറ്റുന്ന ഇതുപോലെ കോരിയിട്ടെടുക്കുന്ന കയ്യിൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ നമ്മളെ കയ്യിലില്ല, അതുപോലത്തെ കോരിയിട്ടെടുക്കുന്ന കയ്യിൽ കിട്ടും അവിടെ നിന്ന്. പിന്നെ ഈ ഒരു ബൗൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ലൊരു ക്ലാസിക് ലുക്കുള്ളൊരു ബൗളാണ്. ഇതിന് 2 ദിർഹം 95 പൈസ, ഒരു 3 ദിർഹമിൻ്റെ അടുത്ത് തന്നെ ആയി കേട്ടോ. ഇതിന് ഒന്നിന് അത്രയാണ് വില. പിന്നെ ഇതും 2 ദിർഹം സംതിങ് ആണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വേറെ പ്ലേറ്റും കൂടി ഗസ്റ്റിനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേറെ പ്ലേറ്റ്, നല്ല പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് കാണിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ വെക്കാനായിട്ട് വിളമ്പാനായിട്ട് വാങ്ങിയ പാത്രങ്ങളാണ് ഇത് 1-ന് 10 ദിർഹമാണ്. നല്ല കോസ്റ്റ്ലിയാണ്. 1-ന് 10 ദിർഹം എന്ന് വെച്ചാൽ 9 ദിർഹം 95 അങ്ങനെ എന്തോ ഉണ്ട്, 10 ദിർഹമിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് ഒരു പ്ലേറ്റിന് അത്ര കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല സംഭവമാണ്. ഇതവിടെ റാക്കിലുണ്ടായ സാധനം കേട്ടോ, അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, പ്ലേറ്റൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഉണ്ട് ഈ പ്ലേറ്റിന്. ഇതിൻ്റെ ഡിസൈനൊക്കെ അടിപൊളി ഡിസൈനാണ്. നല്ല കുപ്പിയാണ് കേട്ടോ. പിന്നെ അവിടെ ഫൈബറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഫൈബറിൻ്റെ അങ്ങോട്ട് പോകാറ് അത്ര ശ്രദ്ധിക്കാറില്ല ഫൈബർ പ്ലേറ്റിന്. അപ്പോൾ ഇതിനേക്കാൾ 3 ദിർഹമിന് ചിലപ്പോൾ കുറച്ചത്തിലൊക്കെ അത് കിട്ടുമായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ ചെറുത്, ഈ ചെറിയതിന് 5 ദിർഹമാണ് കേട്ടോ. പിന്നെ ഇത് മാറ്റ് വിളമ്പുന്ന വലിയത് ഇതുപോലത്തത്, ഇതിന് 10 ദിർഹമാണേ. ഇനി ഇതിൻ്റെ ബൗള് അതിൻ്റെ തന്നെ സെറ്റായിട്ടുള്ള ബൗള്, ഇത് വലിയതിന് 10 ദിർഹമും ചെറിയതിന് 5 ദിർഹമും ആണുള്ളത്. പിന്നെ ഇതിൻ്റെ കുഞ്ഞി ബൗളുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. അതിന് ഒരെണ്ണത്തിന് 4 ദിർഹമുണ്ട്. കാരണം നമ്മൾ വിളമ്പുന്ന സമയത്ത് അത് ഒന്നിച്ച് കൊണ്ടുവെക്കാറില്ലല്ലോ ഈ പുഡിങ്ങൊക്കെ വിളമ്പിയിട്ടൊന്നും. അപ്പോൾ അതിൻ്റെ സെറ്റ് വേണ്ടാന്ന് തോന്നിയിട്ട്, കാരണം വേറെ ഉണ്ട് പുഡിങ്ങൊക്കെ വിളമ്പാനായിട്ട് വേറെ ഉണ്ട്, അപ്പോൾ അത് വാങ്ങേണ്ട ആവശ്യമില്ല എന്നും തോന്നി. മാത്രമല്ല അവിടെ നിന്ന് തന്നെ 1 ദിർഹം സംതിങ്, അതായത് 2 ദിർഹമിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇതുപോലത്തെ ബൗൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സെറാമിക് ബൗളാണിത്. പാട് ഒരുപാട് ജ്യൂസിൻ്റെ ഗ്ലാസ്സിന് എല്ലായിടത്തും ഐക്കയിലാണെങ്കിലും പുറത്താണെങ്കിലും തപ്പിയിട്ട് എനിക്കൊരു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗ്ലാസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഈ 1 to 10 നിന്ന് ഈ ഷോപ്പിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് ഇതുപോലത്തെ ഗ്ലാസ് കിട്ടുന്നത്. ഇതിന് 3 എണ്ണത്തിന് 10ൻ്റെ അടുത്തോ, അതായത് 10 ദിർഹമോ മറ്റോ ഉണ്ട് കേട്ടോ. 3 എണ്ണത്തിന് ഒരു സെറ്റിൽ 3 ആയിട്ടാണ് ഇത് വരിക. പിന്നെ ഇതിന് 6 എണ്ണത്തിന് 10 ദിർഹമാണ് കേട്ടോ. പക്ഷെ ഇത് അത്ര പോരാ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കഴുകുമ്പോൾ ഇതിൻ്റെ അടിഭാഗം കയ്യിൽ വന്നു, അടിയിലുള്ള ഭാഗം ഇളന്നിട്ട് എൻ്റെ കയ്യിൽ വന്നു. പിന്നെ അവിടെ നിന്ന് 8 ദിർഹമിൻ്റെ അടുത്ത് കൊടുത്ത് വാങ്ങിച്ച ബൗളാണ്. നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് നല്ല മൂടിയൊക്കെ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് നമ്മൾ കോഴിക്ക് മുളക് പുരട്ടുന്നതാണെങ്കിലും അല്ലെങ്കിൽ അത് എന്താ പറയുക സലാഡൊക്കെ ആക്കി മിക്സ് ആക്കുന്നതാണെങ്കിൽ നല്ല പറ്റിയ ഒന്നാന്തരം ബൗളാണ്. ചപ്പാത്തിക്ക് കുഴക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബൗളാണ്. അപ്പോൾ നമുക്ക് എവർക്കും വീട്ടിൽ ഇങ്ങനത്തെ ഒരു ആവശ്യത്തിനൊരു ബൗൾ ആവശ്യമാണ്. അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു 8 ദിർഹമിൻ്റെ അടുത്ത് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.